വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ 900 കോടി രൂപയുടെ ആദ്യഘട്ട സഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാനത്തിന്റെ നിവേദനം. ടൗൺഷിപ്പിനുള്ള ധനസഹായം രണ്ടാം ഘട്ടത്തിൽ ആവശ്യപ്പെടും. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന 728 കുടുംബങ്ങൾക്ക് താത്കാലിക പുനരധിവാസം സാധ്യമാക്കിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. വയനാട്ടിലെ സ്കൂളുകൾ പ്രവേശനോത്സവത്തോടെ തുറക്കും. ഒട്ടനേകം മനുഷ്യരുടെ ജീവനും ജീവിതവും തൂത്തെറിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ 1800 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് കേന്ദ്രത്തിന് നൽകിയ ആദ്യ മെമ്മോറാണ്ടത്തിൽ പറയുന്നത്. 900 കോടിയുടെ സഹായം ആദ്യഘട്ടത്തിൽ നൽകണം. ടൗൺഷിപ്പിനുള്ള ധനസഹായം രണ്ടാം ഘട്ടത്തിൽ ആവശ്യപ്പെടും. സഹായം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തി. കാരണം കേന്ദ്ര ഗവൺമെന്റ് രക്ഷാപ്രവർത്തനത്തിന് പട്ടാളത്തെ തന്നു, പൈസ കൊടുക്കാൻ പറയും. ചിലപ്പോൾ നാളെ ബെയിലി പാലം ഉണ്ടാക്കി ബില്ലിങ് അടിച്ചു തന്നാൽ എന്ത് ചെയ്യും? അടിച്ച് തന്നിട്ടുണ്ടല്ലോ. ഇനി സംഭവിച്ചുകൂടായില്ല. ഈ ദുരന്തത്തിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചുകൊണ്ട് കാര്യമില്ല. പുനരധിവാസ ആവശ്യങ്ങൾ പഠിക്കാൻ 53 അംഗ വിദഗ്ധ സമിതിയെ നിയമിച്ചു. 26 ദിവസങ്ങൾക്ക് ശേഷം ക്യാമ്പുകളുടെ പ്രവർത്തനം ഇന്ന് അവസാനിപ്പിച്ചു. സ്വമേധയാ കണ്ടെത്തിയ വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും സർക്കാരിന്റെ വാടക കെട്ടിടത്തിലേക്കുമായി താൽക്കാലിക പുനരധിവാസം പൂർത്തിയായി. സെപ്റ്റംബർ 2-ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സ്കൂളുകളിൽ പ്രവേശനോത്സവം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഞാനും നമ്മുടെ മന്ത്രിസഭ അംഗങ്ങളും MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം പങ്കെടുക്കുന്ന വിധത്തിൽ ഒരു പ്രവേശനോത്സവം സെപ്റ്റംബർ 2-ന് നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്. ദുരന്ത മേഖലയിൽ നാളെ വീണ്ടും തിരച്ചിൽ നടക്കും. ദുരന്തബാധിതരുടെ ആവശ്യപ്രകാരമാണ് ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയുള്ള ഭാഗത്ത് സേനകൾ ഉൾപ്പെട്ട 14 അംഗ ടീം തിരച്ചിൽ നടത്തുക. ടീം 24 വയനാട്.